ഉത്തരം വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാൻ അങ്ങനെ രാധികയും വേദയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അപ്പം രാധികയ്ക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടെന്നൊക്കെ ഡോക്ടർ വന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാധികയ്ക്ക് പെട്ടെന്ന് തന്നെ വയ്യാതാവുന്നുണ്ട്. അങ്ങനെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം രാധികയ്ക്ക് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്നും കുഞ്ഞിൻ്റെ പുറത്തെടുക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയാണ് ഡോക്ടർമാർ. രാധികയുടെ നില ഗുരുതരമാവുകയാണ്. ഈ സമയത്ത് നാട്ടിൽ കമലമ്മയ്ക്കും പെട്ടെന്ന് തന്നെ അസുഖം കൂടുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് മാഷ് കൊണ്ടുവരുന്നുണ്ട്. മാഷിന് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വിഷു ഓടി വരുന്നുണ്ട്. വിഷു അറിഞ്ഞ് തന്നെ ഓടി വരുന്നുണ്ട്. അങ്ങനെ ഡോക്ടർമാർ മാഷിനെ വിളിച്ച് പറയുന്നുണ്ട്, കമലമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ്. വിക്രത്തെ ആലോചിച്ചുള്ള ആദ്യ കയറിയ ഇപ്പോഴും വീണ്ടും അസുഖം കൂടിയിരിക്കുന്നത്. എല്ലാവർക്കും കയറി കമലമ്മയെ കണ്ടോളം പറയണേ. ഇത് കേൾക്കുമ്പോൾ മാഷിനെ സഹിക്കാൻ പറ്റത്തില്ല. മാഷാണെങ്കിൽ ഡോക്ടറിൻ്റെ മുന്നിൽ പൊട്ടിക്കരയുന്നു. അപ്പം ഡോക്ടർ പറയുന്നത്, മാഷേ ഇനി ഒന്നും ചെയ്യാനില്ല, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ പരമാവധി ഞങ്ങൾ ചെയ്തെന്ന് പറയാണ്. അങ്ങനെ സങ്കടം സഹിക്കാൻ മേല മാഷ് കമലമ്മയെ കാണാൻ കയറിയാണ്. അങ്ങനെ കമലമ്മയാണെങ്കിൽ ഭയങ്കര വിഷമത്തോടെ ഭയങ്കര ശ്വാസം മുട്ടുമായിട്ട് കിടക്കുകയാണ്. അങ്ങനെ മാഷ് ഇന്ന് കമലമ്മയുടെ അടുത്തിരുന്ന് കൈ പിടിക്കുകയാണ്. അന്നേരം കമലമ്മ ഭയങ്കര സങ്കടത്തോടെ പറയുന്നുണ്ട്, മാഷേ ഞാൻ പറഞ്ഞുറപ്പിച്ച കാര്യങ്ങളൊക്കെ വിക്രത്തെ കൊണ്ട് ചെയ്യിപ്പിക്കണം. എത്ര ദിവസം അതിനു വേണ്ടി എനിക്ക് മോർച്ചറി കിടക്കേണ്ട വന്നാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ മോനെ കൊണ്ട് തന്നെ എൻ്റെ ചിത കത്തിക്കണം എന്നൊക്കെ പറയാണ്. അപ്പം മാഷാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ കരയുന്നുണ്ട്. കമലെ അങ്ങനെയൊന്നും പറയാതെ നീ തിരിച്ചു വരുമെന്ന് പറയുകയാണ്. ഞാൻ ഇനി എങ്ങനെ തിരിച്ചു വരാനാ മാഷേ? മാഷിനറിയാം എൻ്റെ സമയം എടുക്കാറായെന്ന്. പിന്നെയും മാഷ് എന്തിനാ ഇങ്ങനെ പറയുന്നത്? വേദ തിരിച്ചെത്തിയതിന് ശേഷം വിക്രം കൂടെ ചേർന്നാണ് എൻ്റെ ചിതാഭസ്മം ഒഴുക്കാൻ. അതൊന്നും മറക്കല്ലേ മാഷേ എന്ന് കമലമ്മ പറയാണ്. അങ്ങനെ അസുഖം പെട്ടെന്ന് കൂടുകയാണ് കമലമ്മയ്ക്ക്. അപ്പം മാഷാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ കരയുകയാണ്. അപ്പോഴേക്കും കമലമ്മയ്ക്ക് അസുഖം കൂടുന്നുണ്ട്. അങ്ങനെ മാഷിനെ പുറത്താക്കുന്നുണ്ട്. പുറത്ത് വരുമ്പോൾ വിഷയം വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ വെച്ചാൽ എന്താ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അപ്പോൾ ഭയങ്കര സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പറയാണ്, ആർക്ക് വേണമെങ്കിലും പോയി കണ്ടോളാൻ, അവളെ അവസാനമായി കാണണമെന്ന് താല്പര്യമുള്ളവർ ചെന്ന് കാണാനാണ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വിശ്വത്തെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അത് വിശ്വത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് കരയാണ്. അങ്ങനെ കമലമ്മ മരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പം വേദയാണെങ്കിൽ ഡെലിവറിക്ക് അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് അരുണ സിസ്റ്റർ വന്നപ്പം വേദ ചോദിക്കുന്നുണ്ട്, ആ രാധിക എൻ്റെ റൂമിൽ കിടന്ന രാധികയെ കൊണ്ടുപോയിട്ട് എന്തായി, പ്രസവിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ആ കുട്ടി പോയല്ലോ, രാധിക മരിച്ചു പോയെന്നുള്ള സത്യം വേദയെ അറിയിക്കുകയാണ്. വേദയ്ക്ക് അത് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമാണ്. അപ്പോൾ വേദ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അങ്ങനെ വേദയെ ഡെലിവറിക്കായി കൊണ്ടുപോവാണ്. അങ്ങനെ വേദയുടെ ജീവിതത്തിൽ വിചാരിക്കാത്ത പുതിയ പുതിയ സംഭവങ്ങളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ രാധിക മരിക്കുമ്പോൾ സേതുലക്ഷ്മി ഭയങ്കര കരച്ചിലാണ്. അതിനുശേഷം രാധികയുടെ കുഞ്ഞിനെ പുറത്തെടുക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് തന്നെയാണ് വേദയുടെ ഡെലിവറി നടക്കാൻ പോകുന്നത്. അങ്ങനെ വേദയുടെ ജീവിതം വീണ്ടും വഴിത്തിരിവിലേക്കാണ്.